കേട്ടോ ഫസ്റ്റ് ടൈമാണ് എനിക്കങ്ങനെ ആരോടും പറയാതെ വരുന്നത്. ഹായ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അതിന്റെ സൗണ്ട് ഉണ്ടാക്കാണ്ട് പറയാം ഇക്ക വരികയാണ്. പക്ഷെ ഇവിടെ ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇക്ക വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി വന്നിട്ട് ഓരോരുത്തർക്ക് സർപ്രൈസ് കൊടുത്തിട്ട് അതിന്റെ റിയാക്ഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോ വിളിച്ചപ്പോഴേ ഇക്ക പറയാണ് തൃശ്ശൂർ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇനി ഒരു 3/4 മണിക്കൂർ എടുക്കായിരിക്കും. 10 തരം വെയിറ്റിംഗ് ആണ്. എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയിട്ടോ വെയിറ്റ്. അങ്ങനെ ഇക്ക എത്തിയിട്ടുണ്ട് കേട്ടോ. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ആ സൗണ്ട് കേട്ട് അവർ വരുന്ന പറഞ്ഞിട്ടാണ് കുറച്ച് ദൂരെ നിർത്താൻ പറഞ്ഞത്. ഞാൻ അവിടെ പോയി നിൽക്കട്ടെ. ഇതാണ് എന്റെ മകനായ എന്താടാ എനിക്ക് സർപ്രൈസ് ആയില്ലേ? അങ്ങനെ വീട്ടിലുള്ളവർക്കൊക്കെ സർപ്രൈസ് ആയിട്ടുണ്ട്. ഇനി ഇതാ ഇവർ രണ്ടുപേരുമാണ് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ബ്രദറും ബ്രദറിൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ 4 മണിക്ക് മോനെ വിളിക്കാൻ പോയതാണ് കേട്ടോ. അവനെ സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞു പോയപ്പോൾ ഞങ്ങൾക്കാണ് ആകെ സർപ്രൈസ് ആയത്. നല്ല മഴയായിരുന്നു. പിന്നെ ഇത് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ഗ്യാങ്ങിനെയും വിളിച്ച് ചേർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫ്രണ്ട്സും വന്നു. അവരിനെ ഒന്ന് വീഡിയോ എടുത്തു. ശരി, ഇക്കാനെ കണ്ടതും അവൻ ആകെ ഷോക്കിലാണ് കേട്ടോ. കുറച്ച് നേരം ആ ഒരു അവസ്ഥ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി മോൾക്കാണ് സർപ്രൈസ് ഇനി നേരെ സിസ്റ്ററിലോടെ മക്കളിനെ വിളിച്ചു എന്താ ഇനി ബ്രദർ ലോയിനൊന്ന് എത്തിക്കാം. ഇനി സിസ്റ്ററിൻ്റെ മോളിന് കൂടി നട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവളിനെ വിളിച്ചപ്പോൾ ആകെപ്പാട് കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കണ്ടു. ബൈ.